പ്രൈസ് ദി ലോർഡ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പ്രധാന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. പഴയ നിയമത്തിൽ ഇഹലോക നന്മകൾ ലഭിക്കുന്നത് വലിയ അനുഗ്രഹമായി പറഞ്ഞിട്ടുണ്ട്. ഇഹലോക നന്മകൾക്കായി പ്രാർത്ഥിക്കാൻ യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ചതായി മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മത്തായി 6:9 മുതൽ 13 വരെ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അപ്പോൾ അതൊരു ഭൗതിക നന്മയ്ക്കായിട്ടുള്ള ഒരു വചനമാണിത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദുഷ്ടങ്ങളിൽ നിന്ന് കാത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഭൗതികവും ആത്മീയമായിട്ടുള്ള നന്മകൾ നിലനിന്ന് കിട്ടുകയുള്ളൂ. നമ്മളെ ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളിലും മേലും ദൈവിക ദൂതന്മാരെ കാവലുണ്ടാകണം, അല്ലെങ്കിൽ അതെല്ലാം ദുഷ്ടൻ നശിപ്പിച്ചു കളയും. അപ്പോൾ അതുകൊണ്ട് ആ നന്മ നിലനിന്ന് കിട്ടണമെങ്കിൽ ഈ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. ആത്മീക നന്മയ്ക്കും അത് കാരണമാകും. ഈ പ്രാർത്ഥനയിൽ അതിനെക്കുറിച്ചും കൂടിയാണ് യേശുക്രിസ്തു പറഞ്ഞു തരുന്നത്. സമൃദ്ധിയുടെ സുവിശേഷമല്ലിത്. ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ പ്രയാസമാണ് എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലും, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കടക്കുന്നത് പോലെയാണെന്ന് 18-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നു. ലൂക്ക 18:25 അത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ലൂക്ക 16:31 വരെയുള്ള വാക്യങ്ങൾ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കുന്നില്ല. ലൂക്ക 18:25 നോക്കാം. ലൂക്ക 18:25, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണിത്. അപ്പോൾ ഈ രണ്ട് സുവിശേഷങ്ങളിലെയും, അതായത് മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിലെയും വചനങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് തോന്നും. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു പറയുന്നത് നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കണമെന്നാണ്. ഇഹലോകത്തിലെ ധനവാന്മാരാകുന്നത് അപകടമാണ്. അമിതമായാൽ അമൃതും വിഷമാണ് എന്ന് പറയുന്ന പോലെയാണിത്. ധനവാന്മാർക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തടസ്സമാവുന്നത് അവരുടെ ധനത്തോടുള്ള അമിതമായ അഭിനിവേശമാണ്. ഇങ്ങനെയുള്ള മനുഷ്യർ ധനം വർദ്ധിപ്പിക്കാൻ തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കും. തന്നെയുമല്ല, ഇവരിൽ ചിലർ വിശുദ്ധ ലൂക്ക 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദരിദ്രന്മാരെ സഹായിക്കാൻ വിമുഖത ഉള്ളവരായിരിക്കും. രണ്ടായാലും ഇവർ തങ്ങൾക്ക് തന്നെ ദൈവരാജ്യം അടച്ചു കളയുന്നവരാണ്. ദൈവികമായ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർക്ക്, അതായത് കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക്, ഇഹലോക ജീവിതത്തിന് ആവശ്യമായ സകലതും ദൈവം കൊടുക്കും. ഇത് പിന്നീട് നമ്മൾ വായിക്കാം. കൽപ്പനകൾ എന്താണെന്നുള്ള അവസാനം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ സകലവും കൂട്ടിച്ചേർക്കപ്പെടും എന്ന വചനം ഇക്കാര്യത്തിൽ നമുക്കുള്ള ഉറപ്പാണ്. മത്തായി 6:33 അത് പറഞ്ഞിരിക്കുന്നത്. പട്ടിണി കിടക്കാൻ ദൈവം തൻ്റെ മക്കൾക്ക് ഇടവരുത്തുകയില്ല. കൂടാതെ നമ്മളെ രക്ഷയ്ക്കായി വിശുദ്ധ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതിനാൽ നമുക്ക് തന്നിരിക്കുന്ന സകല വസ്തുക്കൾക്കും മേൽ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ടാകും. ഇത് പറഞ്ഞിരിക്കുന്ന വചനങ്ങളൊന്ന് വായിക്കാം. എബ്രായർ 1:14, അവർ, അതായത് ദൂതന്മാർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. ദൂതന്മാർ ദൈവമക്കളുടെ സേവകാത്മാക്കളാണെന്നാണ് അവിടെ പറയുന്നത്. പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 12:15, അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ ദൂതനാവുന്നു എന്ന് അവർ പറഞ്ഞു. വിശുദ്ധ പത്രോസിനെ ബന്ധനത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് ഒരു പെണ്ണ് സഭയിൽ പറഞ്ഞപ്പോൾ സഭയിലുള്ളവർ അത് വിശ്വസിക്കാതെ അവളോട് പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സങ്കീർത്തനം 91:11 വന്നിട്ടുണ്ട്. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഇതും ദൂതന്മാർ ദൈവമക്കൾക്ക് കാവലായിട്ടുണ്ട് എന്നുള്ളതിനെ സാധൂകരിക്കുന്ന വചനമാണ്. ഇങ്ങനത്തെ 3 വചനങ്ങളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സകല വസ്തുക്കളുടെ മേലും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതിന് പല എക്സാമ്പിളും എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. എല്ലാ ദൈവമക്കൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് എൻ്റെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പലപ്പോഴും കള്ളന്മാർ കാറുകൾ തല്ലിപ്പൊളിച്ച് അതിലുള്ള പണോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥാനത്ത് എൻ്റെ അപ്പുറം ഇപ്പുറമുള്ള കാറുകളെല്ലാം തല്ലിപ്പൊളിച്ച് വന്നപ്പോൾ എൻ്റെ വാഹനത്തിന് മാത്രം യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അതൊരു തവണയല്ല, പലതവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഞാൻ
ഒരിക്കൽ എൻ്റെ ആ കാർപോർട്ട് ഒരിക്കൽ റെൻറ്റിന് കൊടുത്തപ്പോൾ അവിടെ വേറൊരു കാറ് കൊണ്ടുവന്നിട്ടു. ഒരു വെള്ളക്കാരാണ്, വിശ്വാസിയൊന്നുമല്ലായിരുന്നു. അയാളുടെ കാറ് തല്ലിപ്പൊളിച്ചു കളഞ്ഞു. അതേ സ്ഥലത്ത് ഞാൻ എൻ്റെ കാർ 10 കൊല്ലം ഇട്ടിട്ട് ഒരാളും തൊട്ടില്ല, അതിന് ശേഷവും തൊട്ടിട്ടില്ല. അതുപോലെ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് വഴി തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു അറിവില്ലാത്ത ആൾക്കാർ നമ്മളെ വിളിച്ച് നമ്മൾ വഴി പറഞ്ഞു തരും. പലതവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് ദൈവദൂതന്മാർ കാവലുണ്ടെന്ന് അർത്ഥം. ദൈവമക്കളെ അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ട് അങ്ങനെ ചെയ്തവർക്കെതിരെ തിരിച്ചൊന്നും പറയാനോ ചെയ്യാനോ സാധിക്കാതിരിക്കുന്നത് ഭാഗ്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ നമുക്കെതിരെ അങ്ങനെ ചെയ്തവർക്കെതിരെ കഠിന ശിക്ഷ ദൈവത്തിൽ നിന്നും ലഭിക്കും. ദൈവം കൈകാര്യം ചെയ്യുള്ളൂ, നമ്മൾ ചെയ്യണവരല്ല. തിരിച്ചു ചെയ്താൽ പിന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ര വേണ്ട മാതിരി ഉണ്ടാവില്ല. അതുപോലെ എൻ്റെ വാഹനം ഇതുമാതിരി തന്നെ അതിൻ്റെ ഒരു കടയിൽ, വലിയ കടയാണ്, അതിൽ എൻ്റെ ടയർ മാറ്റാനായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ബോൾട്ട് അവനങ്ങൾ ഒടിച്ചു കളഞ്ഞു. എൻ്റെ പണിക്കാരൻ ഒടിച്ചു കളഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത മാതിരി എന്താ അങ്ങനെ ചെയ്തത് കാരണം അപ്പോൾ എന്നെ കുറ്റം പറയാൻ നോക്കി. ഒരു കൊല്ലം തികഞ്ഞില്ല, ആ കട വലിയ കടയാണ്, അത് പൂട്ടിപ്പോയി. ഇപ്പോഴും തുറന്നിട്ടില്ല. എത്രയോ വർഷങ്ങളായി, 4-5 കൊല്ലമായിട്ട് ഇപ്പോഴും തുറന്നിട്ടില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. സദൃശ്യവാക്യങ്ങൾ 30-8-9 വാക്യങ്ങളിൽ ദരിദ്രനോ ധനവാനോ ആകുവാൻ ഇടവരുത്തരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി എഴുതിയിരിക്കുന്നു. ഈ വചനം നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അത് നോക്കാം. സദൃശ്യവാക്യങ്ങൾ 30:8-9. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവയിൽ നിന്ന് നിന്നെ നിഷേധിക്കാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തേണ്ടിപ്പാനും സംഗതി വരുത്തരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരായിരുന്ന അബ്രഹാം, ജോബ്, ദാവീദ് എന്നിവർ ധനവും അധികാരവും ഉണ്ടായിരുന്നവർ ആയിരുന്നെങ്കിലും അവർ എപ്പോഴും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിരുന്നവരാണ്. അതുകൊണ്ടാണ് അവർ സ്വർഗരാജ്യത്തിന് കൂടി അവകാശികളായി മാറിയത്. അബ്രഹാം ധനവാനായിരുന്നെങ്കിലും കൂടാരവാസിയായിരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി 18:1 പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാം. ഉൽപ്പത്തി 18:1. അനന്തരം യഹോവ അവനും അമ്മറയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ കൂടാരത്തിലായിരുന്നു താമസിച്ചിരുന്നു എന്നർത്ഥം. ഇതുപോലെ തന്നെ വേറെ പല സ്ഥലങ്ങളിലും കൂടാരത്തിലായിരുന്നു വലിയ ധനവാനായിരുന്ന അബ്രഹാം താമസിച്ചിരുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ജോബ് സകലവും നഷ്ടപ്പെട്ടപ്പോൾ അവൻ, അതായത് ദൈവം തന്നെ കൊന്നാലും താൻ അവനായി കാത്തിരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യനാണ്. ജോബ് 13:15 പറയുന്നത്, നോക്കാം. ജോബ് 13:15. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. അവൻ എന്നെ കൊന്നാലും എന്ന് പറയുന്നത് യഹോവയെക്കുറിച്ചാണ് പറയുന്നത്. യോബ് പറയുന്ന കാര്യമാണിത്. അതുപോലെ തന്നെ ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങിപ്പോവുകയില്ല എന്നാണ്. സങ്കീർത്തനം 16:8. അത് നോക്കാം. സങ്കീർത്തനം 16:8. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. പുതിയ നിയമത്തിലെ വിശുദ്ധ പൗലോസ്ലീഹ വലിയ ധനവാനായിരുന്നു. എങ്കിലും യേശുക്രിസ്തു നിമിത്തം സകലവും വിട്ടുകളഞ്ഞ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഫിലിപ്പിയർ 3:7-8 അത് പറയുന്നുണ്ട്, അതൊന്ന് വായിക്കാം. ഫിലിപ്പിയർ 3:7. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. റെഫറൻസ് കൊടുത്തിരിക്കുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് വായിക്കാം. ദൈവകൽപ്പനകൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിലെ എല്ലാ കൽപ്പനകളുമല്ല, അതിൽ 10 കൽപ്പനകൾ പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഈ കൽപ്പനകളിൽ ഒന്നിന് യേശുക്രിസ്തു മാറ്റം വരുത്തിയിട്ടുണ്ട്. 4-ാം കൽപ്പനയായ ശബത്ത് ആചരിക്കേണ്ടതില്ല. അത് യേശുക്രിസ്തു പല സ്ഥലത്തും ശബത്ത് അത്ര വലിയ കാര്യമല്ലെന്ന് പറയുന്നുണ്ട്. ശബത്ത് മനുഷ്യൻ മൂലം ഉണ്ടായതാണ്. തന്നെയുമല്ല, ശത്രുക്കൾക്കെതിരെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ എന്നിങ്ങനെയുള്ള പുറപ്പാട് 21, 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നതായ പ്രതികാരത്തിൻ്റെ കൽപ്പനകൾക്ക് മാറ്റം വരുത്തി ക്ഷമിക്കാനാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. ഇതും പുതിയ നിയമത്തിലെ ഒരു പ്രധാന മാറ്റമാണ്. കൂടാതെ മറ്റു പല പഴയ നിയമ ഉപദേശങ്ങൾക്കും പുതിയ നിയമത്തിൽ മാറ്റങ്ങളുണ്ട്. ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം വിശുദ്ധീകരിച്ചത് ഇതിലൊന്നാണ്. പഴയ നിയമത്തിലാണെങ്കിൽ പോർക്കിൻ്റെ മാംസം കഴിക്കാൻ പാടില്ല, പിന്നെ പല പക്ഷികളും അതുപോലെ മീൻ, ചെമ്പരില്ലാത്ത കഴിച്ചുകൂടാ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്.
പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പോൾ പത്രോസിന് കൊടുത്ത ദർശനത്തിൽ എല്ലാം ഓർത്ത് തിന്നാനാണ് പറഞ്ഞത്. അത് ആത്മീയമായിട്ടുള്ള ഇതും ഭൗതികമായിട്ടും അതിൽ പെടും. രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. പഴയ നിയമത്തിലെ ചില കൽപ്പനകൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. അതിൽ ഈ അടിമകളെക്കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ അടിമകളും ഉണ്ടായിരുന്നു. അടിമകൾക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ അടിമകളല്ല, നമ്മളെല്ലാം യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ്. അടിമത്തമില്ല. അടിമത്തത്തിൻ്റെ കാലം പഴയ നിയമകാലത്തിലായിരുന്നു. എന്നാൽ അത് കടമെടുത്തുകൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പൈശാചികൻ കാര്യങ്ങളെല്ലാം മാറിയെന്ന് മനസ്സിലാക്കാതെ അത് അവർ നിയമമാക്കി വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് കോപ്പി അടിച്ചിട്ടാണ് അവനത് ചെയ്തിരിക്കുന്നത്. അടിമകളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അവർക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. അപ്പോൾ അടിമത്തം അവർക്കുണ്ട്, പക്ഷേ നമുക്കില്ല. പുതിയ നിയമത്തിൽ നമ്മളെല്ലാം യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ്. ഇതാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ഒരു തർക്കം ഉണ്ടായിരുന്നു ഒരു എത്തിസ്റ്റും വിശ്വാസികളും തമ്മിൽ. പഴയ നിയമത്തിലെ കൽപ്പനകൾ അവനവൻ്റെ വകയല്ലോ എന്നൊക്കെ പറയുന്ന കൽപ്പനകൾ എന്ത് കൽപ്പനയാണ് എന്ന് ചോദിച്ചപ്പോൾ പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വാസി പറഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ അങ്ങനെ കൽപ്പന ഇല്ല, അടിമത്തമില്ല. അത് മാറ്റം വരുത്തിയ കാര്യമാണത്. യേശുക്രിസ്തു അതെല്ലാം ചേഞ്ച് ചെയ്തു. പഴയ നിയമകാലത്ത് അന്നത്തെ മനുഷ്യരുടെ സ്വഭാവം അത്രയും മോശമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കൽപ്പനകൾ ദൈവം അവിടെ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അതിന് വ്യത്യാസമുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ അന്ത്യകാലം അടുത്തിരിക്കുന്നതുകൊണ്ട് മനുഷ്യർ അതുപോലെ തന്നെ അതിനേക്കാൾ കൂടിയ തരത്തിലുള്ള ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള കഷ്ടം അവർക്ക് വരാനിരിക്കുകയാണ്. അതാണ് അന്ത്യക്രിസ്തുവിൻ്റെ കാലത്തെ കഷ്ടം എന്ന് പറയുന്നത്. ആ കാലത്ത് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷകൾ കിട്ടും.